ഇലക്ട്രിക് ബൾബ്, ഫോണോഗ്രാഫ് തുടങ്ങി നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തി പ്രശസ്തനായ തോമസ് ആൽവ എഡിസൺ തന്റെ ഡയറിയിൽ ഇപ്രകാരം കുറിച്ചിരുന്നു: ഹീറോ ആയ ഒരമ്മ കാരണം നൂറ്റാണ്ടിന്റെ ജീനിയസായ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ് തോമസ് ആൽവ എഡിസൺ. ഈ കുറിപ്പിന് പിന്നിൽ ഒരു കാരണമുണ്ട്. കുഞ്ഞുനാളുകളിലെ സ്കൂൾ പഠനകാലത്ത് തോമസ് പഠനത്തിൽ ഒട്ടും തന്നെ മികവ് പുലർത്തിയിരുന്നില്ല. ഒരു ദിവസം അവന്റെ ടീച്ചർ അവന്റെ അമ്മയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഒരു കത്ത് നൽകി. കത്ത് തുറന്നു നോക്കിയ അമ്മ നിറകണ്ണുകളോടെ അതവനെ ഉറക്കെ വായിച്ചു കേൾപ്പിച്ചു. നിങ്ങളുടെ മകൻ ഒരു പ്രതിഭയാണ്. ഈ സ്കൂൾ അവനെ പഠിപ്പിക്കുവാൻ പര്യാപ്തമല്ല. അവനെ പരിശീലിപ്പിക്കുവാൻ പറ്റിയ അധ്യാപകരും ഇവിടെയില്ല. ദയവായി നിങ്ങൾ തന്നെ അവനെ പഠിപ്പിക്കുക. അന്നു മുതൽ വീട്ടിലായിരുന്നു അവന്റെ വിദ്യാഭ്യാസം. അമ്മയായിരുന്നു അവന്റെ ഗുരു. വർഷങ്ങളേറെ കഴിഞ്ഞ് അമ്മയുടെ മരണശേഷം ഒരിക്കൽ ടീച്ചർ നൽകിയ ആ പഴയ കത്ത് തോമസ് കാണുവാനിടയായി. നിങ്ങളുടെ മകൻ ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ്. ഇനി മുതൽ അവൻ സ്കൂളിൽ വരേണ്ടതില്ല എന്നായിരുന്നു അതിലെഴുതിയിരുന്നത്. മകനെ കുറ്റപ്പെടുത്താതെ, വിധിയെ പഴിചാരാതെ അവനെ ചേർത്ത് നിർത്തിയ ആ അമ്മയുടെ പ്രോത്സാഹന വാക്കുകളാണ് തോമസ് ആൽവ എഡിസൺ എന്ന പ്രതിഭയുടെ പിറവിക്ക് കാരണമായത്. വാക്കുകൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവർ മാത്രമല്ല, നിരുത്സാഹപ്പെടുത്തുന്നവരും വഞ്ചിക്കുന്നവരും മനസ്സിനെ മുറിപ്പെടുത്തുന്നവരും മറ്റുള്ളവരുടെ ജീവിതത്തെ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്നവരുമൊക്കെ നിറഞ്ഞ ലോകത്തിൽ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ളതും ജീവിപ്പിക്കുന്നതുമായ വചനത്തെ വെളിവാക്കുന്നു ഇന്നത്തെ ധ്യാന ഭാഗമായ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 50 മുതൽ 56 വരെയുള്ള വേദഭാഗം. തന്റെ മരണത്തോട് മല്ലടിക്കുന്ന 12 വയസ്സുകാരിയായ മകളെ രക്ഷിക്കണമെന്നുള്ള പള്ളിപ്രമാണിയായ യായിറോസിന്റെ അപേക്ഷപ്രകാരം പോകുന്ന യേശു യാത്രാമധ്യേ 12 വർഷമായി രക്തസ്രവക്കാരിയായ സ്ത്രീയെയും സൗഖ്യമാക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇനിയും യേശുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, മകൾ മരിച്ചുപോയി എന്ന വർത്തമാനം യായിറോസിനെ തേടിയെത്തുന്നു. തികച്ചും നിരാശാജനകമായ അനുഭവം. എന്നാൽ തകർന്നുപോയ ആ പിതൃഹൃദയത്തെ ബലപ്പെടുത്തുന്ന വാക്കുകളാണ് യേശുവിൻ്റെത്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. മരണാന്തരീക്ഷമുള്ള ഭവനത്തിലേക്ക് എത്തിയപ്പോഴും ജീവന്റെ വാക്കുകളാണ് യേശു സംസാരിക്കുന്നത്. കരയേണ്ട, മരിച്ചില്ല, അവൾ ഉറങ്ങുകയത്രേ. നിരാശയിലാണ്ടുപോയവർക്ക് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന വചനം. അവിടെ കൂടിയിരുന്നവർ യേശുവിനെ പരിഹസിക്കുന്നതിൽ പ്രത്യക്ഷത്തിൽ അവരെ കുറ്റം പറയാനാവില്ല. കാരണം മരിച്ചുവെന്ന് അവരുറപ്പിച്ച കുട്ടി ഉറങ്ങുകയാണ് എന്ന് പറയുന്നതിലെ യുക്തി അവർക്ക് അംഗീകരിക്കാനായില്ല. മാത്രമല്ല, ജീവന്മേലും മരണത്തിന്മേലും അധികാരമുള്ള ദൈവപുത്രനാണ് തങ്ങളോട് സംസാരിക്കുന്നതെന്ന സത്യം അവർ മനസ്സിലാക്കിയില്ല. അവരുടെ പരിഹാസത്തിന് മുൻപിൽ മറുപടി നൽകാൻ നിൽക്കാതെ തന്റെ പ്രിയ ശിഷ്യന്മാരെയും ബാലയുടെ മാതാപിതാക്കളെയും മാത്രം കൂട്ടി അകത്ത് ചെന്ന യേശു കുട്ടിയുടെ കൈ പിടിച്ച് ബാലയെ എഴുന്നേൽക്ക എന്ന് ഉറക്കെ പറയുമ്പോൾ ആത്മാവ് അവളിലേക്ക് മടങ്ങി വന്നു എന്ന് കാണുന്നു. അവൾ ജീവനുള്ളവളായി തീർന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിൽ പോലും ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ശക്തിയുള്ള വചനം. യേശുവിന്റെ ജീവിപ്പിക്കുന്ന വചനത്തിന്റെ ശക്തിയാണ് ഇവിടെ വെളിപ്പെട്ടത്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നുവെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. ജീവനും സൗഖ്യവും നൽകുന്ന, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായ, രൂപാന്തരം നൽകുന്ന വചനത്തെക്കുറിച്ച് വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലവും സൃഷ്ടിച്ച, അബ്രഹാമിന് വാഗ്ദാനങ്ങൾ നൽകിയ, മുൾപ്പടർപ്പിൽ മോശയോട് സംസാരിച്ച, ഇസ്രായേൽ ജനതയ്ക്ക് മരുഭൂമിയിൽ മാർഗനിർദ്ദേശമേകിയ വചനം. മാത്രമല്ല, വെള്ളത്തെ വീഞ്ഞാക്കിയ, ക്രിസ്തുസഭയെ ഉപദ്രവിച്ചു നടന്ന ശൗലിനെ ക്രിസ്തുവിന്റെ അപ്പോസ്തലനാക്കിയ, ലാസറിനെ ഉയർപ്പിച്ച ശക്തിയുള്ള വചനം. ആ വചനത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സാക്ഷ്യം യോഹന്നാന്റേതാണ് എന്ന് പറയാം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു എന്ന് മാത്രമല്ല, ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്നും സാക്ഷിക്കുന്നു. വചനമാകുന്ന പുത്രനെ കൈക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കും ജീവന്റെ അനുഭവത്തിലേക്ക് കടക്കുവാനാകുന്നത്. ഈ വചനത്തിന്റെ ശക്തി മനസ്സിലാക്കിയതിനാലാണ് തന്റെ ദാസന്റെ സൗഖ്യം ആഗ്രഹിച്ചു വന്ന ശതാധിപൻ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്റെ ദാസൻ സൗഖ്യമാകും എന്ന് കർത്താവിനോട് പറഞ്ഞത്. ആ വചനം കേൾക്കാനാണ് അനേകർ കർത്താവിനരികിൽ കൂടി വന്നത്. എബ്രായ ലേഖനകർത്താവ് പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും, പ്രാണനെയും ആത്മാവിനെയും
സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അതേ പ്രിയരെ, പാപത്തിൽ മരിച്ചവരായ നമ്മെയും തിരുവചനം നിശ്ചയമായും ജീവിപ്പിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആ വചനത്തിൽ വിശ്വസിച്ചവരും അനുസരിച്ചവരും പിൻപറ്റിയവരാരും നശിച്ചു പോയിട്ടില്ല എന്ന് വേദപുസ്തകവും ചരിത്രവും സാക്ഷിക്കുന്നു. കൺവെൻഷനുകളുടെയും വചന പ്രഘോഷണങ്ങളുടെയും അതിപ്രസരമുള്ള കാലത്തിലാണ് നാമും ജീവിക്കുന്നത്. നമ്മുടെ വചന കേൾവികളും ചിന്തകളും എപ്രകാരമുള്ളതാണ്? ദൈവവചനം ആഴമായി പഠിക്കുവാൻ നാം സമയം കണ്ടെത്താറുണ്ടോ? വചനത്തിനനുസരണമായി ജീവിക്കുവാനും അതിന്റെ മൂല്യങ്ങളെ ഉൾക്കൊള്ളുവാനും നാം ശ്രമിക്കാറുണ്ടോ? നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അവരുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണോ അതോ മുറിവേൽപ്പിക്കുന്നതാണോ? ജഡാവതാരമെടുത്ത വചനമാകുന്ന ക്രിസ്തുവിനെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൾ കൊണ്ടും സാക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? വചനഘോഷണങ്ങളിൽ മനുഷ്യ ശബ്ദമല്ല, ദൈവശബ്ദമാണ് മറ്റുള്ളവരിലേക്ക് സംവേദനം ചെയ്യപ്പെടേണ്ടത്. അത് വെറും കേൾവി മാത്രമാകാതെ ജീവന്റെ ആഘോഷമായി മാറണം. ജീവൻ നൽകുന്നതും ജീവിപ്പിക്കുന്നതുമായ വചനത്തെ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കണമെന്നതാണ് കർത്താവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമ്മുടെ വാക്കുകൾ ചുറ്റുപാടുമുള്ളവർക്ക് പ്രോത്സാഹനത്തിനും ജീവിത വിജയത്തിനും അനുഗ്രഹത്തിനും സൗഖ്യത്തിനും മുഖാന്തരമാകണം. നിരാശയുടെ മധ്യത്തിൽ പ്രതീക്ഷയുടെ തിരുനാളം തെളിക്കാനും പ്രതീക്ഷ നഷ്ടമായവരെ പ്രത്യാശയുള്ളവരാക്കുവാനും നിത്യജീവനിലേക്ക് നയിക്കുവാനും ഉതകുന്നതാകണം നമ്മുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും. നോമ്പ് ജീവന്റെ അനുഭവമായി തീരട്ടെ. യെശയ്യാ പ്രവചനം ഓർമ്മിപ്പിക്കുന്നു, മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും. അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ജീവിപ്പിക്കുന്നവനും ജീവൻ നൽകുന്നവനുമായ കർത്താവേ, നിരാശയിൽ പ്രതീക്ഷയും രോഗത്തിൽ സൗഖ്യവും മരണഭീതിയിൽ ജീവന്റെ പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമേ. തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിപ്പാനും വചനം പഠിക്കുകയും ഗ്രഹിക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ആമേൻ.